നിങ്ങൾക്ക് ഈ വിദ്യ അറിയാമോ? പാല് നന്നായിട്ട് തിളപ്പിക്കുക, കുറേ നേരം തിളപ്പിക്കണം. എന്നിട്ട് അനക്കാതെ വെക്കുക. അപ്പോൾ അതിൻ്റെ മേലെ പാൽപ്പാട വരും. ഈ തിക്കിലുള്ള പാൽപ്പാട കോരിയിട്ട് ഒരു ബോട്ടിലേക്ക് മാറ്റുക. എന്നിട്ടത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക. ഇങ്ങനെ ദിവസവും കിട്ടുന്ന പാൽപ്പാട ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇതേപോലെ 2 ബോട്ടിലേക്ക് എനിക്ക് പാൽപ്പാട കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തൈര് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ബോട്ടിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിറ്റേന്നത്തേക്ക് നല്ല സെറ്റായി തൈരുമായിട്ട്. ഈ തൈര് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ധാരാളം വെണ്ണ കാണാം അതിൻ്റെ മേലെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് സ്പൂണ് കൊണ്ട് മെല്ലെ മെല്ലെ തട്ടി തട്ടി അതൊരു ബോൾ പോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ 2 3 തവണ മിക്സിയിൽ അടിച്ചെടുക്കാനുണ്ടാവും. ഇതെല്ലാം നമ്മളൊരു കിട്ടുന്ന വെണ്ണയൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ച് കൈകൊണ്ട് തന്നെ ആ വെണ്ണേൻ്റെ അകത്ത് മോരിൻ്റെ അംശം ഉണ്ടാവും. കൈകൊണ്ട് തിരുമ്മി അതിനകത്തുള്ള മോരിൻ്റെ അംശം തീർത്തും ഇല്ലാതാക്കുക. അപ്പോൾ മോരിൻ്റെ അംശം ഉണ്ടെങ്കിൽ വെള്ളം കലങ്ങിയിട്ടാണ് ഉണ്ടാവുക. ആ വെള്ളം മറിച്ച് കളയണം. എന്നിട്ട് വീണ്ടും വെള്ളം കയറ്റി കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി ഈ വെണ്ണ ഉരുക്കാം. അതിനായിട്ട് അടി കട്ടിയുള്ള വലിയൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് വെണ്ണ ഇട്ട് കൊടുത്തു. അപ്പോൾ ചൂട് തട്ടുമ്പോൾ തന്നെ വെണ്ണ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെണ്ണ ഒരു ഡിസൈൻ പോലെയാണ് നമ്മളിതിൽ കാണുന്നത്. കുറേ നേരം കഴിയുമ്പോൾ അത് ഉരുകിയിട്ട് തീർത്തും മഞ്ഞ നിറമായിട്ടാണ് പിന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ തവി കൊണ്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഇത് ഗോൾഡൻ കളറായി മഞ്ഞ നിറം വിട്ടിട്ട് ഗോൾഡൻ കളറാവും. അപ്പോൾ അതിൽ പത ഉണ്ടാവും. ആ പത ഇല്ലാതാവുന്ന ആ സമയത്താണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് അത് നെയ്യായിട്ടുണ്ടാവും. ഓഫ് ചെയ്തിട്ട്